إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രപഞ്ചത്തിലെ അല്ലാഹു സൃഷ്ടിച്ച ഏതൊരു സൃഷ്ടിയെ നാം പരിശോധിച്ചാലും, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഏതൊരു സംവിധാനത്തെ നാം വിലയിരുത്തിയാലും അതിലൊക്കെ അല്ലാഹുവിൻ്റെ അപാരമായ റഹ്മത്ത്, കാരുണ്യം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമായിരിക്കുന്നു. അഥവാ എല്ലാറ്റിലും അല്ലാഹുവിൻ്റെ റഹ്മത്ത് കാണാം. ഈ കാരുണ്യം നമുക്ക് മനുഷ്യരുടെ ഉപജീവനത്തിലെ വ്യത്യാസത്തിലും കാണാൻ സാധിക്കും. ചില ആളുകൾ പണക്കാരാണ്, മറ്റു ചിലർ പണിക്കാരാണ്, പാവപ്പെട്ടവരാണ്. മുതലാളിമാരുണ്ട്, തൊഴിലാളികളുണ്ട്. അതെല്ലാം അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ നാം കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ കാരുണ്യം മനുഷ്യരാണോ വിഭജിച്ചു കൊടുക്കുന്നത്, അതല്ല നാമാണോ? എന്നിട്ട് ആ കാരുണ്യത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ മഈശത്ത്, നിങ്ങളുടെ ഉപജീവനത്തെ നാം വിഭജിച്ചിരിക്കുന്നു. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാതിൻ ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ, നിങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ അല്ലാഹു പദവിയുള്ളവരാക്കിയിരിക്കുന്നു. എന്തിനാണത്? ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കീഴ്പ്പെടുത്തി വെക്കാൻ, അല്ലെങ്കിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് കീഴ്പ്പെട്ട് നിൽക്കാൻ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ മഈശത്തിലെ വിഭജനം അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിഭജനമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ പണക്കാരായ ആളുകൾ പാവപ്പെട്ടവർക്ക് റഹ്മത്താണ്, പാവപ്പെട്ട തൊഴിലാളികൾ മുതലാളിമാർക്കും റഹ്മത്താണ്. തൊഴിലാളികളില്ലെങ്കിൽ മുതലാളിമാർ ഇടങ്ങേറാവും, നേരെ തിരിച്ചും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ സംവിധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളും മറ്റൊരാളുടെ മേൽ അഹങ്കാരം കാണിക്കാതെ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ ഓരോരുത്തരും ഭംഗിയായി നിർവഹിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പാഠം. അതുകൊണ്ട് തന്നെ സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ദാർശനിക ചിന്തകന്മാരെ പോലെ മുതലാളിമാരും തൊഴിലാളികളും പരസ്പരം ശത്രുക്കളല്ല. അങ്ങനെയാണ് പല ദർശനവും പഠിപ്പിക്കുന്നത്. അവർ തമ്മിൽ സംഘട്ടനമായിരിക്കണം. അല്ല, അവർ തമ്മിൽ പാരസ്പര്യമാണ് ഉണ്ടാവേണ്ടത്, പരസ്പര സഹകരണമാണ് ഉണ്ടാവേണ്ടത്, ഉൾക്കൊള്ളുകയാണ് വേണ്ടത്, തിരിച്ചറിയുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം പണമുള്ള ആളുകളോട് പറയുന്നത്, നിങ്ങളുടെ കീഴിൽ ധാരാളം തൊഴിലാളികളുണ്ടാകും, നിങ്ങളുടെ വീട്ടിൽ വീട്ടുജോലിക്കാരുണ്ടാകും, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമുകളുണ്ടാകും, അവരൊക്കെ നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്നത് മറക്കരുത് എന്നാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇഖ്വാനുക്കും ഖവലുക്കും ജഅലഹുമുല്ലാഹു തഹ്ത ഐദീകും. ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ. അതിലെ ഓരോ പ്രയോഗങ്ങളും ശ്രദ്ധേയമാണ്. ഖവലുക്കും, നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരായ ആളുകളുണ്ടല്ലോ, സേവകന്മാർ, നിങ്ങളുടെ സഹോദരങ്ങളാണ്. അടുത്ത പ്രയോഗം ജഅലഹുമുല്ലാഹ് തഹ്ത ഐദീകും, നിങ്ങളുടെ കരങ്ങൾക്ക് കീഴിൽ, അധികാരത്തിന് കീഴിൽ അള്ളാഹു ആക്കി തന്നതാണ്, റബ്ബ് ചെയ്തതാണത്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകുമായിരുന്നില്ല. എല്ലാവരെയും ഒരേപോലെയാക്കാൻ റബ്ബിന് കഴിയുമായിരുന്നു. പക്ഷേ റബ്ബാണ് അങ്ങനെ ഒരു സംവിധാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി ഫൽയുത്ഇംഹു മിമ്മാ യഅകുലു വൽയുൽബിസ്ഹു മിമ്മാ യൽബസ്. അതുകൊണ്ട് തൻ്റെ സഹോദരൻ, അവിടെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേർഡ് റിപ്പീറ്റ് ചെയ്തു. ഫമൻ കാന അഖൂഹു, ആരുടെ സഹോദരനാണോ തൻ്റെ കീഴിലുള്ളത്, സഹോദരൻ എന്നാ പറഞ്ഞത്, നിങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് അവർക്കും കഴിക്കാൻ കൊടുക്കണം. അതല്ലാതെ നിങ്ങൾ മുന്തിയത് കഴിക്കുന്നു, അവശേഷിക്കുന്ന അവശിഷ്ടം അവർക്ക് കൊടുക്കുന്നു അല്ല. നിങ്ങൾ കഴിക്കുന്ന നല്ല ഭക്ഷണം അവർക്കും കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് അവർക്കും കൊടുക്കണം. നല്ല വസ്ത്രം അവർക്ക് കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തുകല്ലിഫൂഹും മാ യഗ്ലബുഹും, അവർക്ക് കഴിയാത്തത് നിങ്ങൾ അവരോട് പറയരുത്, എടങ്ങേറാക്കരുത്. നിങ്ങളുടെ ഖാദിമുകളാണ്, ജോലിക്കാരാണ് എന്ന് കരുതി അവരെ കൊണ്ട് സാധിക്കാത്തത് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. എന്നാൽ ചില കാര്യങ്ങൾ വീട്ടിൽ ചെയ്തേ മതിയാകൂ. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅഈനൂഹും ഫഇൻ കല്ലഫ്തുമൂഹും ഫഅഈനൂഹും, ഇനി വല്ലതും ചെയ്യേണ്ടി വന്നാൽ നിങ്ങളും കൂടി കൂടി കൊടുക്കണം. നിങ്ങൾ ഒരുമിച്ചത് ചെയ്യണം. ആ കാര്യം ചെയ്തേ തീരൂ. എങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം. എന്നിട്ട് ആ ഹദീസിനെ അള്ളാഹുവിൻ്റെ റസൂൽ അവസാനിപ്പിച്ചത് ശ്രദ്ധേയമായ മറ്റൊരു വാക്കുകൊണ്ടാണ്, വലാ തുഅദ്ദിബൂ ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ ശിക്ഷിക്കരുത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണവർ, അവരെ ശിക്ഷിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്. പല മുതലാളിമാരും തൊഴിലാളികളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടുജോലിക്കാരെന്ന് പറഞ്ഞാൽ, തങ്ങൾക്ക് അടിച്ചമർത്താനുള്ള, ഉപദ്രവിക്കാനുള്ള, വഴക്ക് പറയാനുള്ള, ചീത്ത പറയാനുള്ള, അപഹസിക്കാനുള്ള ആളുകളാണ് എന്ന് കരുതിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹമാണ്. റബ്ബിനോട് നന്ദി കാണിക്കണം. ആ നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് അവരോട് മാന്യമായി പെരുമാറൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, സകല മനുഷ്യരോടും നല്ല നിലക്ക് പെരുമാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖൂലു ലിന്നാസി ഹുസ്ന, മനുഷ്യരോട് നല്ല വാക്കുകൾ പറയണം. പലരും തങ്ങളുടെ തൊഴിലാളികളെ ഒരു നല്ല പേര് പോലും വിളിക്കാത്തവരാണ്. മോശമായിട്ടാണ് അവരെ വിളിക്കുക. പല മൃഗങ്ങളുടെയും പേര് ചേർത്ത് പറയുന്നു. തൊഴിലാളികളാണെങ്കിൽ എത്രയും അവരെ തരം താഴ്ത്തി സംസാരിക്കുന്നു. ഇതൊന്നും മുസ്ലിമീങ്ങൾക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹഖറ അഖീഹി, ഒരു മനുഷ്യന് പാപമായി അത് തന്നെ മതി തൻ്റെ സഹോദരനെ തരം താഴ്ത്തി കാണൽ, അവനോട് തരം താഴ്ത്തി മോശമാക്കി അവനോട് സംസാരിക്കൽ, അത് തന്നെ മതി പാപമായിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാന്യമായി അവരോട് പെരുമാറണം. ഏറ്റവും നല്ല പേരുകൾ അവരെ വിളിക്കണം. ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് ഇടപഴകുകയും വേണം. എന്ന് കരുതി നമ്മുടെ വീട്ടിലെ ഗൗരവപ്പെട്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിൻ്റേതായ സംസ്കാരമുണ്ട്. നമ്മുടെ മക്കൾ ആ സംസ്കാരത്തിലാണ് വളരേണ്ടത്. പലരും അവരുടെ ഖാദിമുകളെ ഏൽപ്പിക്കുന്നു. അവരുടെ ആദർശം എന്താണ്, അവരുടെ മതം എന്താണ്, അവരുടെ ചിന്താഗതി എന്താണ് എന്ന് നോക്കാതെ ഗൗരവമേറിയ കാര്യങ്ങൾ കൂടി അവരെ ഏൽപ്പിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് ഉലമാക്കൾ പറയുന്നത്, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഖാദിമുണ്ടെങ്കിൽ, ഒരു സേവകനുണ്ടെങ്കിൽ, ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ, മക്കളെ പഠിപ്പിക്കുന്നത് പോലെ മര്യാദ അവരെയും പഠിപ്പിക്കണമെന്നാണ്. അവർക്ക് അദബുകൾ പറഞ്ഞു കൊടുക്കണം, മര്യാദകൾ പഠിപ്പിക്കണം, വീട്ടിലെങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഏത് രൂപത്തിൽ മക്കളെ നോക്കണമെന്ന കാര്യം പറഞ്ഞു കൊടുക്കണം. റൂമുകളിലേക്ക് കയറുമ്പോൾ വീട്ടുകാരുടെ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, വീട്ടുകാരുമായി മാത്രം ബന്ധപ്പെട്ട ഗൗരവതരമായ കാര്യങ്ങളിലൊക്കെ എങ്ങനെ വർത്തിക്കണം എന്നതുകൂടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ആ രീതി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമുണ്ടാക്കുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, പറഞ്ഞുറപ്പിച്ച് നിശ്ചയിച്ച കൂലി അവർക്ക് ഉടനെ തന്നെ കൊടുക്കണം.
ഖുദ്സിയായ ഹദീസിൽ കാണാം, ഗൗരവത്തോടുകൂടി ഓരോ മുതലാളിമാരും ഓരോ വീട്ടിലുള്ള ആളുകളും ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. 3 വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൽ അവർക്ക് വേണ്ടി ഞാനാണ് വാദിക്കുക. ആരാ പറയുന്നത്? റഹ്മാനായ റബ്ബ് പറയാണ്. അല്ലാഹു പറയാണ്, ഞാൻ അവരുടെ കാര്യം ഏറ്റെടുക്കും. അതിലൊന്നാരാണ്? റജുലുൻ ഇസ്തഅജറ അജീറ. ഒരാൾ ഒരു പണിക്കാരനെ വിളിച്ചു, സ്ഥിരമായിട്ടാകട്ടെ, ഡെയിലി വിളിച്ചതാകട്ടെ, തൽക്കാലത്തേക്ക് വിളിച്ചതാകട്ടെ, കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളിലേക്ക് എടുത്തതാകട്ടെ, ഒരാളെ കൂലിക്കെടുത്തു. എന്നിട്ടോ കൂലിയൊക്കെ നിശ്ചയിച്ചു. ഫസ്തൗഫ മിൻഹു, അയാളോട് പറഞ്ഞ പണിയെല്ലാം അയാളെ കൊണ്ട് എടുപ്പിച്ചു, ഒന്നിലും കുറവ് വരുത്തിയില്ല. എന്തൊക്കെ ജോലി ചെയ്യണം എന്നുള്ളത് അതൊക്കെ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അതിലധികവും ചെയ്യിപ്പിച്ചു. എന്നിട്ടോ വലം യുഅ്തിഹി അജ്റ, ആ പറഞ്ഞുറപ്പിച്ച കൂലിയും കൊടുത്തില്ല, സാലറിയും കൊടുത്തില്ല. ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെ കൈകാര്യം ചെയ്യുന്നതാണ്. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ചിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പക്ഷെ പലരും ശ്രദ്ധിക്കുന്നില്ല. പണിക്ക് വിളിക്കുമ്പോഴുള്ള ഒരു ഭാവമല്ല പണിയെടുത്ത് കഴിഞ്ഞാലുള്ളത്. ആദ്യം പറഞ്ഞുറപ്പിച്ചതിൽ നിന്ന് എങ്ങനെയെല്ലാം കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെ കുറപ്പിച്ച് അയാളെ വിഷമിപ്പിച്ച് പറഞ്ഞയക്കുന്ന ആളുകളെ കാണാം. എന്നാൽ എല്ലാ പണിയും എടുപ്പിച്ചിട്ടുമുണ്ടാകും. ഇതൊന്നും മുസ്ലിമീങ്ങൾക്ക് ചേർന്ന പണിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉന്നതമായ സംസ്കാരങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നും ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നും പറഞ്ഞിട്ടുള്ള മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മഹോന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം. ആ നിലക്ക് പ്രവർത്തിക്കുവാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വീട്ടിൽ ജോലി ചെയ്യുന്ന, നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളോട് നമുക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ നേരെ തിരിച്ചും ആരുടെ കീഴിലാണോ നാം ജോലി ചെയ്യുന്നത് ആ മുതലാളിമാരോട്, പണിക്കാർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ചെറിയ ഹദീസ്, 2 അല്ലെങ്കിൽ 3 വാക്കുകളേ ഉള്ളൂ. പക്ഷേ മാനവ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ആ ഹദീസിലാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലാ ദറർ വലാ ദിറാർ. ആരും ആരെയും ഉപദ്രവിക്കരുത്, ആരും ആരാലും ഉപദ്രവിക്കപ്പെടരുത്. മുതലാളി കാരണത്താൽ തൊഴിലാളികളോ അവർ കാരണത്താൽ മുതലാളിയോ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വഞ്ചിക്കരുത്. മൻ ഗശ്ശനാ ഫലൈസ മിന്നാ. ആരാണോ നമ്മെ വഞ്ചിക്കുന്നത് അവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഉത്തരവാദിത്തത്തിൽ, അമാനത്തിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അമാനാത്തുകൾ അത് അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. അമാനത്ത് നിങ്ങൾ പൂർത്തീകരിക്കണം. ഏറ്റെടുത്ത പണി അത് അറിയാവുന്ന പണിയെ ഏറ്റെടുക്കാവൂ. ജീവിക്കണ്ടേ എന്ന് കരുതി അറിയാത്തത് ഏറ്റെടുത്തിട്ട് ആ വ്യക്തിയെ ഉപദ്രവിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യഅമല അർ-റജുലു അമലൻ ഫയുത്ഖിനഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് ഒരാൾ ഒരു പണിയെടുക്കുകയാണെങ്കിൽ അത് ഭംഗിയായി ചെയ്യണം. തനിക്കറിയാവുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കാവൂ. ഇല്ല എങ്കിൽ വാങ്ങുന്ന സാലറിയോട് കാണിക്കുന്ന വഞ്ചനയാണത്, മുതലാളിയോട് കാണിക്കുന്ന വഞ്ചനയാണത്. നന്നായി പഠിച്ചു പ്രവർത്തിക്കണം, അമാനത്തുകൾ പൂർത്തീകരിക്കണം, ആരും ആരെയും വഞ്ചിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് നോക്കാൻ പാടില്ലാത്തിടത്തേക്ക് നാം നോക്കരുത്. നമ്മെ നിർത്തി ഒരു സ്റ്റാൻഡ് ഉണ്ടാകും, അതിനപ്പുറത്തേക്ക് ഒരു ഓഫീസിൻ്റെ രഹസ്യങ്ങളിലേക്ക്, ഒരു വീടിൻ്റെ രഹസ്യങ്ങളിലേക്ക് അവർ ദൃഷ്ടി പായിപ്പിക്കാൻ പാടില്ല. വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം. മുഅ്മിനുകൾ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം, അഥവാ ആവശ്യമുള്ളിടത്തിലേക്കേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. വലാ തജസ്സസു. ചാരപ്പണിയെടുക്കരുത്. ചില തൊഴിലാളികളുടെ പണി തന്നെ മുതലാളിമാരെക്കുറിച്ചും ആ വീടിനെക്കുറിച്ചും ആ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക, പഠിക്കുക, എന്നിട്ടത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. വളരെ മോശമായ കാര്യമാണത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല.
മറിച്ച് പരസ്പരം പൂരകങ്ങളായി. തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹകരിക്കൂ, ശത്രുതയിലും പാപത്തിലും സഹകരിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം. ഈ തത്വം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ കാര്യത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.